വേനൽക്കാലത്ത് നമ്മുടെ ചർമ്മ സംരക്ഷണം എന്ന് പറയുന്നതും വളരെ വെല്ലുവിളികൾ നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ചർമ്മം വളരെ ചൂടായിട്ടിരിക്കും, പെട്ടെന്ന് ഡ്രൈ ആകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ചർമ്മം ഒട്ടും ഓയിലി ആകരുത്, എന്നാൽ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഇതിന് സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഫ്രൂട്ട് പാക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ വേണം. അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫ്രൂട്ടാണ് പപ്പായ. പപ്പായ നമ്മുടെ ചർമ്മത്തിലുള്ള ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും ചർമ്മം കൂളാകാനും സോഫ്റ്റ് ആകാനും സഹായിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ സമ്മറിൽ നമുക്ക് എങ്ങനെ പപ്പായ ഉപയോഗിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പപ്പായ എടുക്കുക, നന്നായിട്ട് നല്ല പഴുത്ത പപ്പായ എടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം, നല്ല പേസ്റ്റ് ആക്കണം. ഇതിലേക്ക് നല്ല തണുത്ത പാല് ഒഴിച്ചു കൊടുക്കുക. പച്ചപ്പാലാണ്, നല്ല തണുത്ത പച്ചപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മിക്സ് ആക്കാൻ ആവശ്യത്തിന് 1 സ്പൂൺ തേനും കൂടെ ഒഴിക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫേസ് നല്ല കൂളാക്കും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആകാനും സഹായിക്കുന്നുണ്ട്. വാട്ടർമെലൺ അഥവാ തണ്ണിമത്തൻ നമുക്കറിയാം 92% വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. മറ്റൊരുപാട് ഗുണങ്ങളും ഉണ്ട്. ഈ തണ്ണിമത്തൻ വെറുതെ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് കയ്യിൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിന് വളരെ നല്ലതാണ്, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കും. അതുപോലെ തന്നെ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനും സഹായിക്കും. ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മാംഗോ. ഈ മാംഗോയുടെ പൾപ്പ് നമ്മൾ നന്നായിട്ട് അരച്ച് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മാംഗോയുടെ പൾപ്പ് എടുക്കുക, ഇതിലേക്ക് നല്ല യോഗട്ടോ അല്ലെങ്കിൽ നല്ല തൈരോ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ആക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മുൾട്ടാനിമിട്ടി, അതായത് ഇതൊരു നല്ല പേസ്റ്റ് ആക്കി കിട്ടാൻ ആവശ്യമായ മുൾട്ടാനിമിട്ടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഫേസിൽ അമിതമായിട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ ഇതിലെ മുൾട്ടാനിമിട്ടി സഹായിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ചർമ്മം നല്ല ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മാംഗോയും അതുപോലെ തന്നെ യോഗേർട്ട് അല്ലെങ്കിൽ തൈരും സഹായിക്കുന്നുണ്ട്. സോ ഈ ഒരു പാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ മാംഗോ നിങ്ങളുടെ ഫേസിന് പറ്റിയതാണോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഓറഞ്ച് ജ്യൂസ് നമ്മുടെ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയത് കൊണ്ട് നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ്. നമ്മുടെ ചർമ്മത്തിലെ സെൽസ് ഒക്കെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കും. ഫേസ് ഒന്ന് ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസും മുൾട്ടാനിമിട്ടിയും ചേർത്ത് മിക്സാക്കി അപ്ലൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഫേസിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന പൗഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ്സിൽ, അതായത് ഒന്ന് ഡ്രൈ ആകുന്നവരെ വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്യുക. സാധാരണ വെള്ളത്തിൽ, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ റിമൂവ് ചെയ്യാം. ഇതും നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. ഈ ഒരു വേനൽ കാലത്ത് നമ്മൾ നമ്മുടെ ഫേസ് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഉപയോഗിച്ച് കഴുകുന്നതും നമ്മുടെ ഫേസിന് നല്ല ഒരു റിഫ്രഷ്മെന്റ് തരാനായിട്ടും അതുപോലെ തന്നെ ഫേസ് ഒന്ന് കൂളാകാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് ബ്രൈറ്റ് ആക്കുകയും ചെയ്യും. ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ഫേസ് പാക്കുകളൊക്കെ നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റഡ് ആകാനും സോഫ്റ്റ് ആകാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവയാണ്. പ്രത്യേകിച്ച് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. എന്നിരുന്നാലും തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യണം. എല്ലാവരുടെയും സ്കിൻ എന്ന് പറയുന്നത് ഓരോ രീതിയിലുള്ളതാണ്, ഡിഫറെൻ്റ് ആണ്. സോ നാച്ചുറൽ ആയിട്ടുള്ളവയും ചിലവർക്ക് അലർജി ഉണ്ടാക്കാം. അത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.